മന്ത്രി എം മണിയെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് കോൺഗ്രസിന്റെ വർണ്ണവെറി. കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പാണ് മന്ത്രി എം മണിയെ നിറത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചത്. നെടുമങ്ങാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് അധിക്ഷേപം. വാക്കുകളിലേക്ക്. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലത്തോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു, ഇത് തുറക്കരുത്, തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള അദ്ദേഹം പറഞ്ഞു, മിനിസ്റ്റർ issuing this order doubtlessly and do it. ഞാൻ പറഞ്ഞത് താനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണിയെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ആണ്. ഇത് തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ആയിരുന്നു ഈ പ്രയോഗം നടന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുകയാണ്. ദിനകർ, ഒരു മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാവ് വളർന്നിരിക്കുന്നു. അത് വ്യക്തിഹത്യ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വർണ്ണവെറിയുടെ സ്വരം അതിൽ കാണാം. എങ്ങനെ കാണാൻ കഴിയുന്നു? എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ഒരു മന്ത്രി എന്നതല്ല ഇവിടെ പ്രശ്നം, മറിച്ച് ഒരു വ്യക്തിയെ, അതാരുമാവട്ടെ, ആ വ്യക്തിയോടുള്ള അവഹേളനം, ആ വ്യക്തിയുടെ കളറിന്റെ നിറത്തിന്റെ പേരിൽ ആ വ്യക്തിയെ അവഹേളിക്കുന്നു എന്നതാണ് ഇവിടെ പ്രശ്നം. അത് പീതാംബരക്കുറുപ്പ് എന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം വളരെ മോശമായ രീതിയിൽ നിറത്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നു. അത് മന്ത്രിയായി എന്നത് കേവലം സാഹചര്യം കൊണ്ട് മാത്രം. കാരണം തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വളരെ പരസ്യമായിട്ടാണ് ഇത്തരത്തിൽ പീതാംബരക്കുറുപ്പ് മന്ത്രി എം മണിയെ അധിക്ഷേപിക്കുന്നത്. ദ ഗ്രേറ്റ് ബ്ലാക്ക് മണി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധിക്ഷേപം ചൊരിയുന്നത്. ഒരു സ്വാഭാവികമായും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്ത് എന്ന് അതിൽ നിന്നും വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം പ്രസംഗിച്ച അല്ലെങ്കിൽ ആ വേദിക്ക് സമീപത്തും ധാരാളം ആളുകൾ നിറത്തിന്റെ പേരിൽ പല നിറക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നു എന്നത് ഉയരുന്നിടത്താണ് വളരെ മോശമായ രീതിയിൽ വർണ്ണവെറി പിടിച്ച രീതിയിൽ വർണ്ണവെറിയന്മാർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, മുൻ MP ആയിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അത്തരത്തിൽ വളരെ മോശമായി വർണ്ണവെറി പിടിച്ച് രീതിയിൽ സംസാരിക്കുന്നു, നിറത്തിന്റെ പേരിൽ മന്ത്രിയെ അധിക്ഷേപിക്കുന്നു. അത് സ്വാഭാവികമായും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. രാജ്യത്ത് എമ്പാടും ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അത് തൂത്തെറിയപ്പെട്ടു എന്ന് നമ്മൾ അവകാശപ്പെടുന്നിടത്താണ് ഇത്തരത്തിലുള്ള വർണ്ണവെറിയന്മാർ വീണ്ടും ഉയർന്നു വരുന്നത്. അത് കോൺഗ്രസിന്റെ ഒരു നേതാവ് കൂടിയാകുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വലുതാവുകയാണ്. അതിന് പല മാനങ്ങളുമുണ്ട്. കോൺഗ്രസിൽ തന്നെ അത്തരത്തിൽ നിരവധി ആളുകൾ ഉണ്ട്. അവരെയൊക്കെയും അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് പീതാംബരക്കുറുപ്പിന്റെ ഇത്തരത്തിലുള്ള പരാമർശം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ നെടുമങ്ങാട് നടന്ന ഒരു യോഗത്തിലാണ്, കോൺഗ്രസിന്റെ നെടുമങ്ങാട് മണ്ഡലം കൺവെൻഷനിലാണ് ഇത്തരത്തിൽ ഉള്ള പരാമർശം ഉണ്ടായത്. ആ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം സമ്മന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ മറ്റു പലരും ഉണ്ടായിരുന്നു. ആ യോഗം ഉദ്ഘാടനം ചെയ്തത് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം കൂടി വേദിയിലിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം, വളരെ മോശം പരാമർശം, അല്ലെങ്കിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കുന്ന തരത്തിൽ പീതാംബരക്കുറുപ്പ് സംസാരിച്ചത്. അത് തന്നെയാണ് ദിനകർ, ഇത് മനഃപൂർവമായ ഒരു ആക്ഷേപം എന്ന നിലയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയാണ് വിശേഷണ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും ആ പീതാംബരക്കുറുപ്പിന്റെ അധിക്ഷേപം നിറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലത്തോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു, ഇത് തുറക്കരുത്, തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള അദ്ദേഹം പറഞ്ഞു, മിനിസ്റ്റർ issuing this order doubtlessly and do it. ഞാൻ പറഞ്ഞത് താനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു
വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് എം മണിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, അതിനപ്പുറത്തേക്ക് പീതാംബരക്കുറുപ്പിന്റെ മനസ്സിലുള്ള വർണ്ണവെറി, ആ വാക്കുകളിൽ നിന്ന് തന്നെ അത് വളരെ സ്പഷ്ടമാണ്. ഇത് അബദ്ധത്തിൽ പറഞ്ഞ ഒരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല. അത് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു, അത് മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ പറയുന്നു. ആ വാക്കുകളിൽ നിന്ന് തന്നെ അധിക്ഷേപത്തിന്റെ ആ രൂപം വ്യക്തമാവുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ നവോത്ഥാനത്തിന്റെ ചിന്തകളൊക്കെ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കെ ജി ദിനകർ ഇത്തരം വാക്കുകൾ വരുന്നത്. എങ്ങനെ നിരീക്ഷിക്കാനാകുന്നു? ഇത് മനഃപൂർവ്വം പറഞ്ഞ വാക്കുകൾ തന്നെ എന്ന് നിരീക്ഷിക്കാൻ കഴിയുന്നതാണോ? ജോർജറ്റ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം മനഃപൂർവ്വം ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ്. കാരണം പീതാംബരക്കുറുപ്പ് മികച്ച ഒരു പ്രാസംഗികനാണ്. വാക്കുകൾ കൊണ്ട്, മലയാള വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം സ്വാഭാവികമായും ഈ പൊതുയോഗത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടി ഇരിക്കുന്ന വേദിയിൽ സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിലാണ് ഇത്തരത്തിൽ ഒരു കടുത്ത പരാമർശം നടത്തിയത്. വർണ്ണവെറി പൂണ്ട രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിലെ കുടിലത തന്നെയാണ് അതിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. പീതാംബരക്കുറുപ്പ് അത്തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ജാതീയതയും വർണ്ണവെറിയും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടും പോരാട്ടങ്ങൾ നടക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ അത് ശക്തമായ രീതിയിലുള്ള കേരളത്തിൽ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിയെ, അത് ഒരു മന്ത്രിയെ ഇത്തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ കളിയാക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളത് പീതാംബരക്കുറുപ്പും ഒപ്പം അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. രാജ്യത്ത് നിന്നും തുടച്ചു നീക്കപ്പെടാൻ എപ്പോഴും അതിനെതിരെ പോരാട്ടം ശക്തമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വർണ്ണവെറി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്നതിലേക്ക് ചെന്ന് എത്തുന്നത് എന്ന വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് അദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ടുള്ള നടപടി കൂടി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാൻ കഴിയുക. അതോടൊപ്പം ഇതിൽ കോൺഗ്രസ് നേതാക്കളുടെ മറുപടികൾ അല്ലെങ്കിൽ അവരുടെ ഇതിലുള്ള നിലപാട് എന്ത് എന്നതും അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ അവിടെയാണ് വലിയ ചോദ്യം ഉയരുന്നത്. കാലഘട്ടത്തെ ഒരുപക്ഷെ പിന്നോട്ടടിപ്പിക്കുന്ന ചിന്തകൾ തന്നെയാണ് അദ്ദേഹം പുറത്തോട്ട് വിട്ടത്. ചോദ്യം ചെയ്യപ്പെടേണ്ട വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒന്ന്, ഉദ്യോഗസ്ഥനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. രണ്ട്, പ്രമുഖനായ ഒരാളെ, മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത്തരം ഒരു അധിക്ഷേപത്തിന്റെ ഒന്നും യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ വേദിയിൽ മുതിർന്ന നേതാക്കളടക്കം, കോൺഗ്രസിന്റെ നേതാക്കളടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി അടക്കമുള്ള ആളുകളുണ്ട് എന്ന് തന്നെയാണ് ദിനകർ സൂചിപ്പിച്ചത്. ഒപ്പം ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ ഇക്കാര്യത്തിൽ ഏത് നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയത്? ആ വേദിയിൽ, പൊതുവേദിയിൽ ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നപ്പോൾ അവർ ഒരു ചെറിയ ശബ്ദമെങ്കിലും ഉയർത്തിയോ? അല്ലെങ്കിൽ ഇത് കോൺഗ്രസിന്റെ പൊതു നിലപാട് എന്ന നിലയിൽ തന്നെ കാണേണ്ട സാഹചര്യങ്ങളിലേക്ക് നീളുന്നു? ജോർജറ്റ്, ഇക്കാര്യത്തിൽ വേദിയിലുണ്ടായിരുന്നവർ പലരും മൗനം പാലിക്കുകയാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ പലരും ഇതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം സദസ്സിൽ നിന്നും ചെറിയ ഒരു ചിരി ഉയർന്നു ഒഴിച്ചാൽ ഇതിനെ ആരും സ്വാഗതം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ പോലും ഒരു പൊതുവേദിയിൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് ഒരു നേതാവ് തരം താഴുക എന്ന് വന്നാൽ അതല്ല എങ്കിൽ മറിച്ച് ഇത്തരത്തിൽ ഒരു മെസ്സേജ് സാധാരണക്കാർക്കിടയിലേക്ക് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വർണ്ണവെറി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ എന്നതുകൂടിയാണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വർണ്ണവെറിക്കെതിരെ രാജ്യമെമ്പാടും പോരാട്ടം ശക്തമാകുന്ന കാലത്ത് മനസ്സിൽ അത്തരത്തിലുള്ള കുടില ചിന്താഗതി അല്ലെങ്കിൽ വളരെ ശുഷ്കമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന നിലപാട് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും പീതാംബരക്കുറുപ്പിനെ പോലുള്ള ഒരു വ്യക്തി പാർലമെന്റ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം, KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എത്രത്തോളം കോൺഗ്രസിന് ഭൂഷണമാണ്, അല്ലെങ്കിൽ ഒരു പൊതു അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് അദ്ദേഹത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു വ്യക്തിയെ, അതിനപ്പുറം ഒരു മന്ത്രിയെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക, മാറ്റി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുക, അത് എത്രത്തോളം ആശാസ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രത്തോളം അഭൂഷണമാണ് എന്ന ചിന്ത കൂടിയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ദിനകർ, ദയവായി തുടരുക. ഇപ്പോൾ
ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, മന്ത്രി എം മണിയെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് കോൺഗ്രസിന്റെ വർണ്ണവരെ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ് മന്ത്രി എം മണിയെ നിറത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നെടുമങ്ങാട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പൊതുവേദിയിൽ മുതിർന്ന നേതാക്കളൊക്കെ ഉള്ളപ്പോൾ കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ അധിക്ഷേപം ഉണ്ടായത്. ആദ്യം ആ വാക്കുകൾ കൂടി കേട്ടിട്ട് ഭാസുരേന്ദ്ര ബാബുവിലേക്ക് അഭിപ്രായത്തിനായി എത്താം. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലത്തോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു, ഇത് തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള അദ്ദേഹം പറഞ്ഞു, I am the minister issuing this order, doubtlessly I do it. ഞാൻ പറഞ്ഞത് താനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലത്തോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു, ഇത് തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള അദ്ദേഹം പറഞ്ഞു, I am the minister issuing this order, doubtlessly I do it. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പീതാംബരക്കുറുപ്പിന്റെ വാക്കുകൾ കേട്ടല്ലോ. ഇത് ഏത് തരം സന്ദേശമാണ് സമൂഹത്തിൽ ഉയർത്തുന്നത്? തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തോൽവി ഭയന്നോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ ചെറുതാക്കി കാണിക്കുന്നതിനോ ഉള്ള ഒരു പ്രയോഗമായി മാത്രം കാണാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്ത് സന്ദേശമാണ് ഈ വാക്കുകൾ പീതാംബരക്കുറുപ്പിൽ നിന്ന് പൊതുസമൂഹത്തിന് നൽകുന്നത്? അല്ല, ഇത് വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം അപമാനകരം മാത്രമല്ല, അങ്ങേയറ്റം വേദനാജനകം കൂടിയാണ്. കേരളം ഒരു കാലഘട്ടത്തില് ജാത്യാചാരങ്ങള്, വർണ്ണവെറി, ഇതൊക്കെ ജാത്യാടിസ്ഥാനത്തിലാണ് വെറിയും ഈ വർണ്ണങ്ങളും ഒക്കെ വരുന്നത്. അതെല്ലാം തന്നെ നമ്മൾ താണ്ടിക്കഴിഞ്ഞു, തരണം ചെയ്തു കഴിഞ്ഞു എന്ന ഒരു അഭിമാനമുള്ള ജനതയാണ് മലയാളി. ഉത്തരേന്ത്യയിലെ പൊതു സാഹചര്യത്തിന് അതിനപ്പുറം തമിഴ്നാട്ടിലെ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ കേരളത്തിൽ അതിനെതിരായ സമരങ്ങളിലൂടെ നാം ഒരു പുതിയ ജനജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നാം വിചാരിച്ചിരുന്നു എങ്കിൽ നമ്മുടെ മന്ത്രി ഇദ്ദേഹത്തിന്റെ കുറുപ്പിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, പീതാംബരക്കുറുപ്പിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂതകാലത്തിന്റെ പ്രേതം നമ്മളെ ഇനിയും വിട്ടിട്ടില്ല, വർണ്ണവെറിയുടെ പ്രേതം നമ്മളെ ഇനിയും വിട്ടിട്ടില്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിലെ ശബരിമല പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജാത്യാചാരങ്ങൾ അല്ലെങ്കിൽ ഈ വർണ്ണവെറി അല്ലെങ്കിൽ സവർണാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭാഷ, സിഗ്നിഫിക്കൻസുകൾ, സിഗ്നിഫയേഴ്സ്, ചിഹ്നങ്ങൾ ഒക്കെ ഉണ്ടായപ്പോഴതൊക്കെ കടന്നു വരുന്നത് നാം കണ്ടതാണല്ലോ. V.S. ശ്രീധരൻപിള്ള അദ്ദേഹത്തിന്റെ പേര് ദ്യോതിപ്പിക്കുന്ന മാതിരി നായരായിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ സ്വകാര്യ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് സ്വർണ്ണാവസരത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, തന്ത്രിയെ അദ്ദേഹം തിരുമേനി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. തിരുമേനി എന്ന് പറയുന്നതായിരുന്നു. പന്തളം രാജകൊട്ടാരം, രാജാവിന്റെ കൊട്ടാരമില്ലൊരു ചുറ്റുമില്ല. അവിടെ ഒരു ശശികുമാര വർമ്മയുണ്ട്, അവശിഷ്ട സാധനത്തിന്റെ ഉത്തരവാദി മാത്രമാണ് അദ്ദേഹം, കസ്റ്റോഡിയനാണ്. അദ്ദേഹം ഈ അടുത്ത ഇടയ്ക്ക് പറയുകയുണ്ടായി, അദ്ദേഹം യാത്രാമധ്യേ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, തമ്പുരാനെ, ഈ ശബരിമലയിൽ ഒരു സ്ത്രീ കയറിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അദ്ദേഹത്തെ തമ്പുരാനെ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര വിശ്വാസയോഗ്യം അറിഞ്ഞുകൂടാ. ഏതായാലും തിരുമേനി, തമ്പുരാനെ തുടങ്ങിയ വാക്കുകൾ നമ്മുടെ വ്യവഹാര തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന, സ്ത്രീ പ്രവേശനത്തെ തടഞ്ഞ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു പിന്തിരിപ്പൻ ആശയഗതിയാണ് ശബരിമല അന്ന് ഉത്പാദിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു പീതാംബരക്കുറുപ്പൊക്കെ ശബരിമലയിൽ ഈ തിരുമേനിമാർക്കും
തമ്പുരാന്മാർക്കും ഒക്കെ വേണ്ടി നിന്നവരായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കും അദ്ദേഹത്തിന് മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവേകമൊക്കെ നഷ്ടപ്പെട്ടിട്ട് മണിയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്. ഒരാളെ അയാളുടെ വംശത്തിന്റെ പേരില്, വർണ്ണത്തിന്റെ പേരില്, ജാത്യാചാരങ്ങളുടെ പേരില് ഈ നിലയ്ക്ക് സംസാരിച്ചു കൂടാ എന്ന പ്രാഥമിക ബോധം പോലും ഇത്രയും പ്രായം ചെന്ന ഒരു കോൺഗ്രസ് നേതാവിന് ഇല്ലാതെ പോയി എങ്കിൽ അതെവിടെയോ കുഴിച്ചു മൂടിയിട്ടിരിക്കുകയായിരുന്നു. ശബരിമലയിലെ സംഭവഗതികൾ അത് പുറത്തേക്ക് എടുത്തു എന്ന് മാത്രം. ഏതായാലും ഇതൊന്നും വെറുതെ വിട്ടുകൂടാ. ശരിക്കും ശക്തമായി തന്നെ ഇതിനെ നേരിടുകയും എതിർത്ത് തോൽപ്പിക്കുകയും ഈ തരം ആളുകളെ ചരിത്രത്തിന്റെ പ്രാർത്ഥന മൂലകളിൽ ഇരുത്തേണ്ടടുത്ത് ഇരിക്കേണ്ടതുപോലെ ഇരുത്തുകയും ചെയ്യേണ്ടത് ഒരു മുന്നേറിയ സമുദായത്തിന്റെ കടമയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, എന്തായാലും വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ ഭാസുരേന്ദ്രൻ ബാബു ഇപ്പോൾ നടത്തിയത്. ജാത്യപരമായ കാരണങ്ങൾ, സവർണ ആധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം, മലയാളികൾ എത്രയോ മാറി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ഭൂതകാലത്തിന്റെ പ്രേതം നമ്മെ വിട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ചില പ്രയോഗങ്ങൾ ചിലരിൽ നിന്ന് വരുന്നു. അത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ഉയരുന്നത് കൊണ്ട് തന്നെയാണ് വളരെ വലിയ വാർത്തകൾ കൂടി ആകുന്നതും. ഏതായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് നന്ദി. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ എം ജയേന്ദ്രൻ കൂടി നമ്മുടെ ചേരുകയാണ്. ശ്രീ ജയേന്ദ്രൻ, ആദ്യം അദ്ദേഹത്തിലെ എം മണിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകൾ കൂടി കേട്ട ശേഷം അഭിപ്രായത്തിലേക്ക് എത്താം. വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു ഇത് തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള അദ്ദേഹം പറഞ്ഞു മിനിസ്റ്റർ ഞാൻ പറഞ്ഞത് താനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ? യെസ്, പീതാംബര കുറുപ്പിന്റെ വാക്കുകളാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, പീതാംബര കുറുപ്പിന്റെ വാക്കുകൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു? ഇല്ലില്ല, പീതാംബര കുറുപ്പിന്റെ വാക്ക് കേട്ടിട്ടില്ല. കാരണം ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി ഒരു മരണ വീട്ടിൽ നിൽക്കുകയാണ്. ജി സുകുമാരൻ നായർ സാറിന്റെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. ഒരിക്കൽ കൂടി അനിൽ ബോസിന് വേണ്ടി ഒരിക്കൽ കൂടി ആ വാക്കുകൾ. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു ഇത് തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള യെസ്, ശ്രീ അനിൽ ബോസ്, ആ വാക്കുകൾ കേട്ടല്ലോ. കോൺഗ്രസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പൊതുവേദിയിൽ പറഞ്ഞിട്ട് വിലക്കാൻ പോലും അല്ലെങ്കിൽ തിരുത്താൻ പോലും മുല്ലപ്പള്ളി തയ്യാറായില്ല എന്നുള്ള ഒരു ഭാഗം കൂടി അവിടെ നിൽക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ഈ കാര്യത്തെ കാണുന്നത്, പീതാംബരക്കുറുപ്പിന്റെ വാക്കുകളെ വീക്ഷിക്കുന്നത്? പീതാംബരക്കുറുപ്പ് വളരെ സരസമായി പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പല ഭാഷാ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജാതി വെറിയുടെയോ സവർണ അവർണ വേർതിരിവിന്റെയോ ഭാഗമായി പ്രയോഗിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. എം മണിക്കെതിരെ പരിഹാസ രൂപേണ അദ്ദേഹം പരാമർശിച്ചപ്പോൾ ഒരു ഹാസ്യാത്മകമായ പരാമർശം വന്നു എന്നതിനപ്പുറം ഒരു പ്രാധാന്യം ഞാൻ കാണുന്നില്ല. അങ്ങനെ പറയാനാണെങ്കിൽ എം മണിക്കെതിരെ എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. എം മണി പെൺപിളെ ഒരുമയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അങ്ങനെ എത്രയോ കാര്യങ്ങൾ എം മണിക്കെതിരെ പറയാനുണ്ട്. നിങ്ങൾ അന്നൊന്നും ഇത് ചർച്ച ചെയ്തില്ലല്ലോ. നിങ്ങളിപ്പോൾ എൻ പീതാംബരക്കുറുപ്പിനെ പോലെ കോൺഗ്രസിന്റെ മുതിർന്ന ഒരു നേതാവ്, അദ്ദേഹം പ്രസംഗമധ്യേ ഹാസ്യാത്മ രൂപേണ പറഞ്ഞ ഒരു വാക്കിനെ എടുത്ത് ജാതി വെറിയാണ്, ബ്രാഹ്മണ്യത്വം ഇന്നും നിലനിൽക്കുന്നു എന്ന തരത്തിലൊക്കെ പരാമർശിച്ചു പോകുന്നത് ശരിയാണ് എന്ന് അംഗീകരിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായം കോൺഗ്രസ് നേതാക്കൾക്കില്ല. അത്തരമൊരു സമീപനവും കാഴ്ചപ്പാടും കോൺഗ്രസ് നേതാക്കൾക്കില്ല.
അത്തരമൊരു സമീപനം ആരിൽ നിന്നുണ്ടായിരുന്നു അത് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല എനിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഉള്ളത്. ഇവിടെ എം എം മണി എന്ന് പറയുന്ന വ്യക്തി ഈ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ആ പദവിക്ക് നിരക്കാത്ത എത്രയെത്രയോ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അന്നൊന്നും നിങ്ങൾ ഇതൊന്നും ഗൗരവമായിട്ട് എടുത്തില്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോ പീതാംബരക്കുറിപ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയ അതെ, പീതാംബരക്കുറിപ്പ് പറയുമ്പോൾ അത് സരസമാകുന്നു, അല്ലെങ്കിൽ അത് ആളുകളെ കയ്യിലെടുക്കാനാകുന്നു. എം എം മണി എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധിക്ഷേപമായി മാറുന്നു എന്ന നിലയിലുള്ള അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ കാര്യത്തെ അത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്, കാണുന്നത് എന്ന് തന്നെയാണ്. ഒരു മന്ത്രിയെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നു, ആവർത്തിച്ച് വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള നീക്കം നടത്തുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് അരക്കിട്ടുറപ്പിക്കാവുന്ന ഒരു നിലയിൽ പ്രേക്ഷകർ കാണുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ കേട്ടിരിക്കുമ്പോൾ എങ്ങനെ കോൺഗ്രസിന് കഴിയുന്നു? ഈ ബ്ലാക്ക് എന്ന് പറയുന്ന വാക്കുകൾ, അതിനു മുമ്പിൽ എത്ര ആലങ്കാരിക പദങ്ങൾ ചേർത്ത് വെച്ചാലും അത് അധിക്ഷേപിക്കലാണ് എന്ന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? സിമ്പിളെ ഒരു നിലയിൽ സമരത്തിൽ പങ്കെടുത്തവർ അവിടെ നടത്തുന്നത് മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ എം എം മണിയുടെ വാക്കുകളെ നിങ്ങൾ എത്ര ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തു? നിങ്ങൾ എത്ര പ്രാധാന്യത്തോടു കൂടി അതിനെ നോക്കിക്കണ്ടു? അപ്പോ അതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്കൊരു ആവേശമൊന്നുമില്ല. ഇവിടെ നിറം എന്ന് പറയുന്നത് ഇപ്പൊ ബ്ലാക്ക് മണി എന്ന പരാമർശമാണല്ലോ നിങ്ങളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഈ സമാനമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തും വന്നിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ശ്രീ അനിൽ ബോസ് പറയുന്ന പോലെ, ഇത് എതിർപക്ഷത്തുള്ള ഒരു പാർട്ടിയുടെ ഭാഗത്ത് വന്നപ്പോഴും, അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്ത് വന്നപ്പോൾ പോലും താക്കീതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച ഈ അടുത്ത കാലത്ത് സംഭവങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ത് നടപടി സ്വീകരിക്കും? പീതാംബരക്കുറിപ്പിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ തയ്യാറാകും? അതോ ഇത് അധിക്ഷേപമല്ല എന്ന നിലയിൽ കാണാനാണോ കോൺഗ്രസിന് താല്പര്യം? കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഗൗരവമായി പരിശോധിച്ച് അഭിപ്രായം പറയാനായിട്ട് ഇതിന്റെ വാർത്തകൾ പുറത്തു വരുന്നേ ഉള്ളൂ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട രീതിയിലാണ് പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസ് പാർട്ടി ഗൗരവമായ നടപടികൾ സ്വീകരിക്കുന്നത്. എം എം മണിയുടെ നിറം പറഞ്ഞതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, എം എം മണിയുടെ നിറം പറഞ്ഞു വന്നല്ലോ. അതിനെ ജാതി വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കേണ്ടത്. അദ്ദേഹം ഈഴവ സമുദായത്തിൽ പിറന്നയാളാണെന്ന് അറിയാത്ത ആളാ കേരളത്തിലുള്ളത്. അദ്ദേഹം പട്ടികജാതിക്കാരനല്ലല്ലോ. അപ്പൊ പട്ടികജാതിക്കാരനല്ലാത്ത ഒരാളെ നിറം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ജാതി നിറങ്ങളുടെ പേരിലാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനോട് യോജിക്കാൻ എനിക്ക് സാധ്യമല്ല. വേണ്ട, ഇവിടെ പീതാംബരക്കുറിപ്പ് വർണ്ണവെറി നിറം പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. വർണ്ണവെറി എന്ന് തന്നെ പറയാം. നിറം പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, ഒരാളെ നിറം പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഏത് കാലഘട്ടമാണിത്? ഇതേത് കാലഘട്ടമാണ്? കോൺഗ്രസ് എങ്ങനെ കാണുന്നു? വ്യക്തിപരമായി ശ്രീ അനിൽ ബോസ് ഇക്കാര്യത്തെ സ്വീകരിക്കുന്നുണ്ടോ? വ്യക്തിപരമായി എന്നൊരു പ്രശ്നമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തവുമാണ്. ഇവിടെ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷ്മതയോടും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ശ്രീ എം എം മണി. അത് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന അടക്കമുള്ള എത്രയോ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. പലകാല ബോധമില്ലാതെ എത്രയോ പരാമർശങ്ങൾ നടത്തി. അതെ, ഈ പീതാംബരക്കുറിപ്പിന്റെ കാര്യത്തിൽ തന്നെ ഉണ്ട്. പൊതുവേദിയിൽ പീതാംബരക്കുറിപ്പ് നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ മുന്നിലുണ്ട്. വലിയ വിവാദങ്ങളായതാണ്, വലിയ വാർത്തകളായതാണ്. ഓർത്തു നോക്കൂ, ഞാനത് അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇക്കാര്യങ്ങൾ ഈ കേരള സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഉയർത്തിവിടുന്നത്? കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ശ്രീ അനിൽ ബോസിന്റെ വാക്കുകളിലൂടെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു? നിങ്ങൾ പീതാംബരക്കുറിപ്പിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് അല്പം പോയി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ തയ്യാറാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കുറിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെ കുറിച്ച് നമുക്കൊരു തുറന്ന സംവാദങ്ങൾ നടത്താം. പീതാംബരക്കുറിപ്പിനെ പോലെ മുതിർന്ന ദാർശനികനായ ഒരു കോൺഗ്രസ് നേതാവ് കേവലം ഒരു പരാമർശത്തിൽ ബ്ലാക്ക് എന്ന് വന്ന ഉടനെ തന്നെ അത് നിറവെറിയാണ് അല്ലെങ്കിൽ ജാതി വെറിയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. അതങ്ങനെ തന്നെ കാണാൻ കഴിയൂ. അത് ഒരു വട്ടമല്ല, പലവട്ടം ആവർത്തിക്കുന്നു. ഒരു സംഭാഷണത്തിൽ പലവട്ടം ആവർത്തിക്കുന്നു. അത് എം എം മണിക്കെതിരെ മാത്രമല്ല, എഞ്ചിനീയർ ആയിരുന്ന ഒരാളെ പോലും ജാതി പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ എന്തിനാണ് ജാതി പറഞ്ഞ് പരാമർശിക്കുന്നത്? അതിന്റെ കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നിടത്ത് ഇത്തരം പരാമർശങ്ങൾ എന്ത് അടിസ്ഥാനമാണുള്ളത്? വോട്ട് പറയാം, പുരോഗമനം പറയാം, അതിനപ്പുറത്തേക്ക് വികസന പ്രവർത്തനങ്ങൾ പറയാം, മറ്റു കാര്യങ്ങളൊക്കെ പറയാം, ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. പക്ഷേ ഇത്തരം വാക്കുകൾ, പ്രയോഗങ്ങൾ അത് ഒരു പൊതുവേദിയിൽ ഭൂഷണമല്ല എന്ന് തന്നെയാണ് ഈ പറയാൻ കഴിയുക.
പ്രഥമേ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ. നിലവിൽ എം പീതാംബരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗ മധ്യേ പറഞ്ഞ ഒരു ഹാസ്യാത്മകമായ പരാമർശത്തിൽ ജാതിയുടെയോ നിറത്തിന്റെയോ വെറിയെന്ന് വ്യാഖ്യാനിക്കണ്ട. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ഇതിനേക്കാൾ തീവ്രമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള എം മണിക്കെതിരെ ഈ ആവേശത്തോടു കൂടി ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഇവിടെ ജാതി ആളിക്കത്തിക്കാൻ നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ശ്രമിക്കേണ്ട അത്തരം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എൻ പീതാംബരക്കുറുപ്പ് ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരം നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രാജ്യവ്യാപകമായി നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വോട്ട് രാഷ്ട്രീയം പോലും ഇത്തരം പരാമർശങ്ങളുടെ അല്ലെങ്കിൽ ജാതീയമായി വർഗീയമായി ഒക്കെ തരം തിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം അധിക്ഷേപം വരുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമായി തന്നെ നമുക്ക് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു, വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അത് പീതാംബരക്കുറുപ്പിനെ പോലെ നേരത്തെ പാർലമെന്റിലൊക്കെ പോയിട്ടുള്ള ഒരു അംഗത്തിൽ നിന്ന്, മുതിർന്ന കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടാകുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമായി മാറുന്നു. ശ്രീ അനിൽ ബോസ്, അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ വിശദാംശം നിങ്ങൾ പുറത്തു വരട്ടെ. നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ മരണ വീടിന്റെ പുറത്ത് നിൽക്കുകയാണ്. നിങ്ങൾ വിളിച്ചപ്പോൾ ആണ് ഈ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു കാര്യം കൂടി, അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വിഷയത്തിൽ ഇത്തരം രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കാം. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു ജാതിയുടെ പേരിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിറത്തിന്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? നടത്തിയ പരാമർശത്തെ നിങ്ങൾ ജാതി വെറിയുടെയോ നിറവെറിയുടെയോ പേരിൽ കാണേണ്ടതില്ല. ഇക്കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തി ഇതിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? കേട്ടില്ല. ഇതിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അധിക്ഷേപമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടാൽ അതിന് നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അല്ല, ഏതൊരു വ്യക്തിയും തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തപ്പെടണമല്ലോ. അത്തരമൊരു സാഹചര്യം ഇവിടെ ഉള്ളതായി ഞാൻ കരുതുന്നില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അതൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണ്. അനിൽ ബോസ്, വ്യക്തമാണ്, മറുപടി എന്തായാലും വ്യക്തമാണ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എം മണിയെ പരിഹസിക്കുന്ന പീതാംബരക്കുറുപ്പിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നെടുമങ്ങാട് തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെ പൊതുവേദിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് എം മണിയെ നിറത്തിന്റെ പേരിൽ പലവട്ടം വാക്കുകൾ ആവർത്തിച്ച് അധിക്ഷേപിച്ചത്. ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം വാക്കുകൾ ഉയരാൻ പാടില്ലാത്തതാണ്. എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ശ്രീ അനിൽ ബോസ് പറയുന്നത് അത് സരസമായി ഉപയോഗിച്ച ഒരു വാക്കാണ്, കറുപ്പ് എന്ന നിറം എന്നാണ് പറയുന്നത്. എങ്ങനെ കാണുന്നു? അല്ല, കറുത്ത നിറമെന്ന് പറയുന്ന അധ്വാനിക്കുന്ന വർഗം, അവർ വെയിലും മഴയും കൊണ്ട് പ്രകൃതിയോട് മല്ലടിച്ച് രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പണിയെടുക്കുന്ന വർഗമാണ് തൊഴിലാളി വർഗം. ആ വർഗത്തിൽപ്പെടുന്നവർക്കോട് കോൺഗ്രസിന് വലിയ പുച്ഛമാണ്. അവർ വലിയ പ്രമാണി വർഗത്തിന്റെ മണിമാളികൾ സൂഹിക്കുന്നവരുടെ, തൊലി കറക്കാത്തവരുടെ, വെളുത്തവരുടെ താല്പര്യം സംരക്ഷിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് ഉള്ളത്. അത് പറഞ്ഞത് പുറത്തു ഉള്ളതിൽ മനസ്സിൽ ഇപ്പൊ പുറത്തു വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. അത് ദുഃഖിച്ചിട്ട കാര്യമൊന്നുമില്ല. ഈ രാജ്യത്ത് പണിയെടുക്കുന്ന വിഭാഗത്തിന്, കറുത്ത തൊലിക്കാരന്, കറുത്ത നിറമുള്ളവന് എതിരാണ്. അങ്ങനെ അവർ വരുമ്പോ അവരുടെ പാർട്ടിയിൽ അങ്ങനെയുള്ളവർ കുറവായിരിക്കാം. കാരണം അവർ ഈ പറഞ്ഞ സുഖലോലുപതയുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് ഈ തൊലി കറക്കണമെന്നില്ല, പേര് കൊള്ളണമെന്നില്ല, പണിയെടുക്കണമെന്നില്ല. അവരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് തരം താഴുന്നു എന്നാണ് പീതാംബരക്കുറുപ്പിനെ പോലുള്ള ഒരാളിന്റെ അദ്ദേഹം പറഞ്ഞതിൽ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ, തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് തിരുത്തുന്നില്ലെങ്കിൽ, അത് ഉള്ളത് തുറന്നു പറഞ്ഞതാണെങ്കിൽ, അവിടെ KPCC പ്രസിഡന്റും മറ്റു നേതാക്കളും ഉള്ളപ്പോൾ അവർ പോലും അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് വേണം കാണാൻ, പീതാംബരക്കുറുപ്പിന്റെ അഭിപ്രായമായിട്ട് മാത്രം കണ്ടുകൂടാ. അതല്ലെങ്കിൽ അവരാരെങ്കിലും തിരുത്തണമായിരുന്നു. അവരാരും തിരുത്താനും തയ്യാറല്ല. കറുത്ത തൊലിയുള്ളവനെ ആക്ഷേപിക്കരുത്. മഹാഭൂരിപക്ഷം രാജ്യത്ത് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അവരുടെ തൊലി കറുത്തിരിക്കും. ആ കറുത്ത തൊലിയുള്ളവനൊക്കെ ബ്ലാക്ക് മണി, ഇനി കള്ളപ്പണം ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണോ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞത്? എന്നാൽ അത് ഇവിടെ ക്ലാരിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ പീതാംബരക്കുറുപ്പിനെ പോലുള്ള ഒരാള്, അദ്ദേഹം സാധാരണഗതിയിൽ ഇതേപോലെ വ്യക്തിപരമായ ആളുകളെ അല്ലെങ്കിൽ ഒരു വർഗത്തെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവക്കാരനായതിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ അവരുടെ പാർട്ടി തിരുത്തണം. അല്ലാത്തടത്തോളം കാലം അവരുടെ താല്പര്യം, അവർ പ്രതിദാനം ചെയ്യുന്ന വർഗത്തിന്റെ താല്പര്യം, ഉള്ളിലിരിപ്പ് ഒന്നുകൂടി ഉയർത്തി കാണിച്ചു, ആവർത്തിച്ചൊന്ന് മാത്രമേ ഞാൻ. ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇത്തരം വാക്കുകൾ ഉയർത്തുമ്പോൾ
എങ്ങനെ കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുന്നു? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം വാക്കുകൾ ഉയർത്തിയാൽ അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അല്ലെ വോട്ടർമാരെ സ്വാധീനിക്കും? അല്ല, അത്തരം വാക്കുപയോഗിച്ചാൽ അത് വോട്ടർമാരെ അവർക്കെതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. രാജ്യത്ത് മഹാഭൂരിപക്ഷവും കറുത്ത തൊലിയുള്ളവരും പണിയെടുക്കുന്നവരുമാണ്. ആ പണിയെടുക്കുന്ന ഒരു വർഗത്തെയാണ് ഇവർ ആക്ഷേപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവര് തിരുത്തുന്നില്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെ. നമുക്കൊരു അഭിമാനമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളത്. മണിയെപ്പോലുള്ളവർ, കറുത്ത തൊലിയുള്ളവർ, അധ്വാനിക്കുന്ന വർഗത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതിനനുസരണമായി ചിന്തിക്കാനും അവരെ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരു തനി നിറം പുറത്തു വന്നു, ഉള്ളിൽ ഇപ്പൊ പുറത്തു വന്നു എന്നുള്ളത് കവിഞ്ഞ് വേറെ കാര്യമൊന്നും ഇടാത്തില്ല. വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. മന്ത്രി എം എം മണിയെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് കോൺഗ്രസിന്റെ വർണ്ണവെറി പുറത്ത്. കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പാണ് മന്ത്രി എം എം മണിയെ നിറത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചത്. നെടുമങ്ങാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു അധിക്ഷേപം.